നമസ്കാരം. അത്തം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന 2025 പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മനസ്സിൽ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കുകയില്ല പല കാര്യങ്ങളുടെയും പരിണാമം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെ ആയിരിക്കത്തില്ല പലപ്പോഴും കാര്യങ്ങൾ വരുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരല്പം കാലതാമസം ഉണ്ടാകാം. ഇങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ജാഗ്രത പാലിക്കേണ്ടതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല പഠന പുരോഗതി ഉണ്ടായെങ്കിൽ മാത്രമേ ഉപരിപഠന കാര്യത്തിൽ ആഗ്രഹിക്കുന്ന നേട്ടം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കണം. അതിന് നന്നായി പരിശ്രമിക്കണം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ വരാം. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് സൂക്ഷ്മത പാലിച്ച് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. വളരെ അപൂർവമായ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. അതോടൊപ്പം ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി ശരിയായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക.